ഗുഡ് മോർണിംഗ്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന അതേസമയം ഒരു വ്യക്തിയുടെ ലൈഫ് പ്രൊഫൈലാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തിപ്പെട്ടു, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ ലൈഫും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരിയറുമായിട്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതൊരു സ്റ്റോറി അല്ല, ഇതൊരു ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ്. ഉസ്താദ് ബിസ്മില്ല ഖാൻ, നമ്മൾ ഈ പേര് പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതെന്താണ് ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറയുന്ന ആള്. ഹാവ് യു എവർ ഹേർഡ് ഷെഹനായ് ബീങ് പ്ലേഡ് അറ്റ് എ മാരേജ് സെറമണി? ഷെഹനായ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത്, പ്ലേ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു മാരേജ് സെറിമണിയിൽ, ഡ്യൂറിങ് എ റിലീജിയസ് പ്രൊസഷൻ ഓർ മേ ബി ഓൺ ടെലിവിഷൻ. ചിലപ്പോൾ ഒരു കല്യാണ വീട്ടില്, അല്ലെങ്കിൽ ഒരു മതപരമായ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനില്, ഓർ മേ ബി ഓൺ ടെലിവിഷൻ, ടിവിയിലെങ്കിലും നിങ്ങൾ ഷെഹനായ് വായിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇത് ഷെഹനായ് എന്ന് പറയുന്ന മ്യൂസിക് ഇൻസ്ട്രുമെന്റുമായിട്ട്, ക്ലാസിക്കൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റുമായിട്ട് എന്തോ കണക്റ്റഡ് ആണ് ഈ ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറയുന്ന ആള്. The Shahnai is a classical music instrument, and Ustad Bismillah Khan was a great exponent of the same. Bismillah Khan അല്ലെങ്കിൽ ഉസ്താദ് ബിസ്മില്ല ഖാൻ ജീവിതത്തിൽ ഫേമസ് ആയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഷെഹനായ് എന്ന് പറയുന്ന ക്ലാസിക്കൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. He was one of the finest Indian classical musicians that India ever produced. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ മ്യൂസീഷ്യൻ ആയിരുന്നു ഉസ്താദ് ബിസ്മില്ല ഖാൻ. He played the Shehnai for more than 8 decades and received national and international acclaim for his performance. ഒരുപാട് അവാർഡുകളും ഒരുപാട് കാലങ്ങളായിട്ട് ഷെഹനായ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിച്ച് ഒരുപാട് അവാർഡുകൾ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അവാർഡുകൾ നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദിസ് ഗ്രേറ്റ് മാൻ സ്പ്രെഡ് പീസ് ആൻഡ് ലവ് ത്രൂ മ്യൂസിക്. മ്യൂസിക്കിലൂടെ സ്നേഹവും സമാധാനവും സ്പ്രെഡ് ചെയ്യുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലെറ്റ്സ് റീഡ് അബൌട്ട് ഹിം. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് വായിച്ചു നോക്കാം. അപ്പം പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉസ്താദ് ബിസ്മില്ല ഖാന്, അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെയും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. വായിച്ചു നോക്കാം അല്ലെ. അപ്പൊ ഇത് ഓവറോൾ ഈച്ച് ആൻഡ് എവറി ലൈൻ നമുക്ക് അറിയണമെന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു സമ്മറി എഴുതാൻ നമ്മളോട് പറയുവാണെങ്കിൽ, നമുക്കത് എഴുതാൻ പറ്റണമെങ്കിൽ നമ്മൾ ഓരോ ലൈന് വായിക്കുമ്പോഴും അതിനകത്ത് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നത് ഒരു സൈഡിൽ എഴുതി വെക്കാം. അത് മാത്രം നോക്കിയാൽ മതി. ഉസ്താദ് ബിസ്മില്ല ഖാൻ വാസ് അൺഡൗട്ടഡ്ലി എ ജം ദാറ്റ് ഇന്ത്യ ഈസ് പ്രൗഡ് ഓഫ്. ഒരു സംശയവുമില്ല, ഇന്ത്യയുടെ അഭിമാനമാണ് ആര്, അല്ലെങ്കിൽ അഭിമാനമായിരുന്നു ഉസ്താദ് ബിസ്മില്ല ഖാൻ. ദിസ് ഷെഹനായ് മാസ്ട്രോ ഓഫ് ഇന്ത്യ റിസീവ്ഡ് ഭാരത് രത്ന ഇൻ 2001. അപ്പൊ ഇത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. 2001 ഭാരത് രത്ന അവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ട്. എന്തിന്? ഷെഹനായ് മാസ്റ്റർ ഓഫ് ഇന്ത്യ. ഈ ഷെഹനായ് വായിച്ചിട്ട് 2001 ഭാരത് രത്ന അവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ട്. He had earlier been awarded the പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ. ഇതിനു മുൻപ്, ഭാരത് രത്ന നേടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ. He was thus the recipient of all the top 4 civilian awards. അതുകൊണ്ട് തന്നെ എല്ലാ 4 സിവിലിയൻ അവാർഡുകളുടെയും ടോപ്പിലുള്ള ആള് തന്നെയാണ് ഇദ്ദേഹം. 4 ഒന്ന് ഭാരത് രത്ന, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. ഈ 4 സിവിലിയൻ അവാർഡുകളും സിവിലിയൻ അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു
ഒരു വ്യക്തിക്ക് കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 അവാർഡുകൾ. ഈ 4ഉം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഉസ്താദ് ബിസ്മില്ല ഖാൻ കിട്ടിയിട്ടുണ്ട്. ഇനി ആരാണ് അദ്ദേഹം, എന്നാണ് ജനിച്ചത്, എന്താണ് ഇദ്ദേഹത്തിന്റെ ലൈഫ് നോക്കാം. ബോൺ ഓൺ March 21st, 1916 in Damron, Bihar. He was the second son of Paigambar Khan and Mithan. 1916 ബീഹാറിൽ മാർച്ച് 21 ജനിച്ച ആളാണ്. ആരുടെ? സെക്കൻഡ് സൺ ഓഫ് പൈഗംബർ ഖാൻ ആൻഡ് മിത്താൻ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹിസ് ഫാമിലി ഹാഡ് എ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഹിസ് ആൻസിസ്റ്റേഴ്സ് were musicians in the court of princely state of Bhojpur. ഇന്ന് ബീഹാർ എന്നറിയപ്പെടുന്ന ഭോജ്പൂരിലെ സ്റ്റേറ്റ്, അതായത് അവിടുത്തെ കോർട്ടില്, പ്രിൻസ്ലി കോർട്ടില് മ്യൂസീഷ്യൻസ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പൂർവികർ, ആൻസെസ്റ്റേഴ്സ്, പൂർവികര്. അപ്പൊ ഹി ഹാഡ് എ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് എഴുതിയാൽ തന്നെ മതി, ബാക്കിയൊന്നും വേണമെന്നില്ല. ബിസ്മില്ല ഖാൻ വാസ് നെയ്മഡ് Kamaruddin to sound like his elder brother's name, Shamsuddin. ഇദ്ദേഹത്തിന്റെ എൽഡർ ബ്രദറിന്റെ പേര് ഷംസുദ്ദീൻ ആയിരുന്നു. അപ്പൊ അതേ പേരിനോട് മാച്ച് ആക്കിയിട്ട് അദ്ദേഹത്തിന് കമറുദ്ദീൻ എന്നുള്ള പേരായിരുന്നു ബിസ്മില്ല ഖാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഹൗഎവർ, എന്നിരുന്നാലും, when his grandfather Rasul Baksh Khan saw him as a baby, ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ആയ റസൂൽ ബക്ഷ് ഖാൻ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ, ഈ കുട്ടിയെ കണ്ടപ്പോൾ, he uttered the word, അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, uttered means ഉറക്കെ പറഞ്ഞൊരു വേർഡ് എന്തായിരുന്നു? ബിസ്മില്ല എന്നായിരുന്നു പറഞ്ഞത്. And hence he came to be known as ബിസ്മില്ല ഖാൻ. സോ അന്ന് മുതൽ ഇദ്ദേഹത്തിന്റെ പേരെന്തായി? ഖമറുദ്ദീൻ എന്നുള്ള പേരിട്ടിട്ടുണ്ടെങ്കിലും ആ പേര് വിളിക്കപ്പെടാതെ പിന്നെ അദ്ദേഹത്തിന് ബിസ്മില്ല ഖാൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. His father was a musician in the court of Maharaja Keshav Prasad Singh of Dumraon. അദ്ദേഹത്തിന്റെ ഫാദറും എന്തായിരുന്നു? ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു. ഓക്കെ, അത്രയും മതി എവിടെ എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് വേണമെന്നില്ല. അറ്റ് ദ ഏജ് ഓഫ് 6, 6 വയസ്സിൽ ബിസ്മില്ല ഖാൻ മൂവ്ഡ് ടു വാരണാസി, earlier known as ബനാറസ്. പണ്ട് അതിന്റെ പേര് ബനാറസ് എന്നായിരുന്നു. വാരണാസി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 6 വയസ്സിലാണ് ബിസ്മില്ല ഖാൻ പോകുന്നത്. where his maternal uncle Ali Baksh Vilayat was the official Shehnai player at the famous Vishwant Temple. വിശ്വന്ത് ടെമ്പിളിലെ ഫേമസ് ഷെനായി പ്ലെയർ ആയ ഇദ്ദേഹത്തിന്റെ അങ്കിൾ, അമ്മാവൻ അലി ബക്ഷ താമസിക്കുന്ന സ്ഥലമായിരുന്നു വാരണാസി. സോ അങ്ങോട്ടാണ് ബിസ്മില്ല ഖാൻ 6 വയസ്സിൽ പോയത്. അലി ബക്ഷ് നോട്ടീസ്ഡ് ദാറ്റ് ബിസ്മില്ല വാസ് എ കീൻ മ്യൂസിക് ലേണർ. നമ്മുടെ അങ്കിൾ മനസ്സിലാക്കി ഇദ്ദേഹത്തിന് മ്യൂസിക്കുമായിട്ട് നല്ലൊരു കീൻ അടുപ്പമുണ്ട്. കീൻ മീൻസ് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇന്റൻസിറ്റി മ്യൂസിക്കിനോട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. So he took him under his tutelage. Tutelage means guidance. Okay. അങ്ങനെ ബിസ്മില്ല ഖാനെ അങ്കിൾ അലി ബക്ഷ് അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാക്കി. അതുകൊണ്ട് തന്നെ ബിസ്മില്ല ഖാൻ started learning to play ഷെനായ് from his uncle. അങ്കിളിന്റെ അടുത്ത് നിന്നാണ് ഷെനായ് വായിക്കാൻ പഠിച്ചത്. Ali Baksh played Shehnai at the Vishwant Temple and practiced in one of the temple rooms at Balaji Ghat. ടെമ്പിൾസിന്റെ ഒരു റൂമിൽ നിന്നും ഇത് പ്രാക്ടീസ് ചെയ്യും, ഷെഹനായി വായിക്കും. വിശ്വന്ത് ടെമ്പിളില് ഷെഹനായി വായിക്കുന്ന ജോലിയാണല്ലോ നമ്മുടെ അലി ബക്ഷിന്. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു റൂമിൽ നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്യും. Bismillah Khan's routine was to follow his uncle the whole day to both the temples and practice 4 hours together. നമ്മുടെ ബിസ്മില്ല ഖാന്റെ ലൈഫ് റുട്ടീൻ എന്ന് പറയുന്നത്, ഈ 6 വയസ്സിൽ ഇദ്ദേഹത്തിന്റെ റുട്ടീൻ എന്ന് പറയുന്നത് അങ്കിളിനെ ഫോളോ ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്കിൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം ടെമ്പിളിൽ ഇത് വായിക്കുന്ന സമയത്തും
മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ അങ്കിളിന്റെ കൂടെ കൂടും. വിതൗട്ട് എനി പ്ലേ ടൈം, ഇദ്ദേഹത്തിന് കളി ഉണ്ടായിരുന്നില്ല, സ്കൂൾ ഉണ്ടായിരുന്നില്ല, സംടൈംസ് ഈവൻ റെഗുലർ മീൽസ്, ഭക്ഷണം പോലും കഴിക്കാതെ അങ്കിളിന്റെ കൂടെ ഷെനായി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ബിസ്മില്ല ഖാൻ religiously practiced the ഷെനായ് and attained perfection in a very short time. അങ്ങനെ ഷെനായ് പ്രാക്ടീസ് ചെയ്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിനകത്തൊരു പെർഫെക്ഷൻ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ഓക്കെ. The flowing waters of the river Ganga inspired him to improvise and invent ragas that were earlier considered to be beyond the range of ഷെനായ്. അങ്ങനെ ഇദ്ദേഹം ഒഴുകുന്ന വെള്ളത്തിൽ ഗംഗാനദിയിലെ ഒക്കെ നിന്നിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഷെനായ് എന്ന് പറയുന്ന മ്യൂസിക് ഇംപ്രവൈസ് ചെയ്തത്, മെച്ചപ്പെടുത്തിയത്. അങ്ങനെ അദ്ദേഹം തന്നെ ഇൻവെന്റ് ചെയ്ത് ചില രാഗങ്ങൾ, ഇൻവെന്റ് മീൻസ് കണ്ടുപിടിച്ചു, ചില രാഗങ്ങൾ കണ്ടുപിടിച്ചു. പണ്ട് ഷെനായിയുടെ റേഞ്ചിന്റെ അപ്പുറത്തുണ്ടായിരുന്നതായിരുന്നു ഈ രാഗങ്ങൾ. ഒരിക്കലും ഷെനായിൽ നമുക്കിത് വായിക്കാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന പല രാഗങ്ങളും ഇദ്ദേഹം ഷെനായിലൂടെ ഇംപ്രവൈസ് ചെയ്ത് ഇൻവെന്റ് ചെയ്തെടുത്തു. He often played ഷെനായ് at the വിശ്വന്ത് temple on the banks of river Ganga. ഗംഗാ നദിയുടെ തീരത്ത് നിന്നുകൊണ്ട് വിശ്വന്ത് ടെമ്പിളിൽ വെച്ചിട്ട് ഇദ്ദേഹം ഷെനായ് വായിച്ചു, പലപ്പോഴും വായിച്ചിരുന്നു. He was also a devotee of Saraswati, the Hindu goddess of wisdom and arts. സരസ്വതി ദേവിയുടെ മതിയായ ഭക്തനായിരുന്നു, ഡിവോട്ടി ആയിരുന്നു ഇദ്ദേഹം, നമ്മുടെ ബിസ്മില്ല ഖാൻ. ഉസ്താദ് ബിസ്മില്ല ഖാൻ was perhaps single-handedly responsible for making the ഷെനായ് a famous and popular musical instrument and bringing it into the mainstream Indian classical music. ഇദ്ദേഹമാണ്, ബിസ്മില്ല ഖാൻ എന്ന് പറയുന്ന ഒരാളാണ് ഷെനായ് എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെന്റിനെ ഫേമസ് ആക്കിയതും ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ മെയിൻ സ്ട്രീമിലേക്ക്, മുഖ്യധാരയിലേക്ക് ഇങ്ങനെയൊരു മ്യൂസിക്കിനെ കൊണ്ടുവന്നതും ആരാണ്? ബിസ്മില്ല ഖാൻ മാത്രമാണ്. His concert at the All India Music Conference 1937 in Calcutta brought ഷെനായ് into the limelight and was hugely appreciated by music lovers. In 1937 കൽക്കട്ടയിൽ വെച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ഓൾ ഇന്ത്യ മ്യൂസിക് കോൺഫറൻസിൽ ഈ ഷെനായിയെ കൊണ്ടുവരികയും ഷെനായ് എന്ന് പറയുന്ന മ്യൂസിക്കിനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും മ്യൂസിക് ലവേഴ്സിന്റെ അടുത്ത് നിന്നും നല്ലൊരു അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്തു. Despite the fame that he got, ബിസ്മില്ല ഖാൻ always remained simple. അങ്ങനെ ഒരുപാട് ഫേമസും കാര്യങ്ങളൊക്കെ ആയെങ്കിൽ പോലും he likes to live as simple. ആളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു. ആൾക്ക് അങ്ങനെ ധാരജാടയോ അല്ലെങ്കിൽ ആളുടെ ഒരു ലൈഫ് സ്റ്റൈൽ സിമ്പിൾ ആയിരുന്നു. He never accumulated wealth and other material possessions. അദ്ദേഹം ഒരിക്കലും അക്യുമുലേറ്റ് നേടിയിട്ടുണ്ടായിരുന്നില്ല. വെൽത്ത്, ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് സാധനങ്ങൾ, മെറ്റീരിയൽസ് ഒന്നും ഇദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് he liked to live as a simple life, അല്ലെ? He lived in humble surroundings in the holy city. അത് വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരുന്നു ഇദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. ഇൻ ദ ഹോളി സിറ്റി ഓഫ് വാരണാസി, വാരണാസിയുടെ ആ ഒരു ഹോളി സിറ്റി ടെമ്പിളിന്റെ ഒക്കെ ഭാഗത്ത് ഒരു സാധാരണക്കാരനായിട്ടായിരുന്നു ഇദ്ദേഹം ജീവിച്ചിരുന്നത്. His favorite mode of transport was the cycle rickshaw. അദ്ദേഹം യാത്ര ചെയ്തിരുന്നത് സൈക്കിൾ റിക്ഷയിലായിരുന്നു. Such was his love for his city and motherland that he declined an offer of permanent citizenship for settling in the United States of America. അദ്ദേഹത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പെർമനന്റ് സിറ്റിസൺഷിപ്പ് കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടും സ്വന്തം നാടിനോടുള്ള ഇഷ്ടം കാരണം അദ്ദേഹം അത് ഡിക്ലൈൻ ചെയ്തു എന്നാണ്, വേണ്ടാന്ന് വെച്ചു എന്നാണ് പറയുന്നത്. സോ അത്രയും ഒരു ഹംബിൾ ആൻഡ് സിമ്പിൾ ലൈഫ് ഫോളോ ചെയ്തിരുന്ന ഒരാളായിരുന്നു നമ്മുടെ ഉസ്താദ് ബിസ്മില്ല ഖാൻ. He monopolized ഷെനായ് recitals in the post-independence era and through them kept the legacy of classical music alive.
Ustad Bismillah Khan always believed that music would survive even if the world perished. He also believed in Hindu-Muslim unity and spread the message of brotherhood through his music. He often said music has no caste. Okay, ഒരു ഹിന്ദു മുസ്ലിം യൂണിറ്റി, അതിന്റെ ഒരു ഒത്തൊരുമ, ഒരു യൂണിറ്റി ഇദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക്കിന് ഒരിക്കലും മതമില്ല, കാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എന്ത് പ്രോബ്ലം, എന്ത് പ്രശ്നത്തിൽ നിന്നും നമ്മളെ സർവൈവ് ചെയ്യാൻ മ്യൂസിക്കിന് സാധിക്കുമെന്നും ഇദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. Bismillah Khan had the rare honor of playing the Shehnai on the eve of India's independence in the year 1947. 1947, അതായത് ഇൻഡിപെൻഡൻസ് ഇയറില് അദ്ദേഹം ഒരു ഹോണറിംഗ് ആയിട്ട് ഷെഹനായി വായിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. He performed at the Red Fort in Delhi and since that year always played on 15th August right after the Prime Minister's speech. അന്ന് 1947 റെഡ് ഫോർട്ടില്, ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ വെച്ചിട്ട് അദ്ദേഹം ഷെഹനായി വായിച്ചിട്ടുണ്ടായിരുന്നു. ആ വർഷം മുതൽ എല്ലാ ഓഗസ്റ്റ് 15th പ്രൈം മിനിസ്റ്റേഴ്സിന്റെ സ്പീച്ചിന് ശേഷം ഷെഹനായി വായിക്കാറുണ്ട്. Bismillah Khan played in many countries and has a huge fan following. അദ്ദേഹം ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട് ഷെഹനായി വായിക്കുകയും അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മ്യൂസിക് ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. He had performed in Afghanistan, USA, Canada, Bangladesh, Europe, Iran, Iraq, West Africa, Japan and Hong Kong. ഇത്രയും സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഷെഹനായി പെർഫോം ചെയ്തിട്ടുണ്ട്. He shared a special bond with his Shehnai and called it Begum after his wife died. അദ്ദേഹത്തിന്റെ വൈഫ് മരിച്ചതിന് ശേഷം ഷെഹനായിയെ അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ അദ്ദേഹം ബീഗം എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. After a cardiac arrest on 21st August 2006, 2006 ഓഗസ്റ്റ് 21 കാർഡിയാക് അറസ്റ്റ്, ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. At the age of 90, 90-ാമത്തെ വയസ്സിൽ ബിസ്മില്ലാ ഖാൻ breathed his last. അദ്ദേഹം മരിച്ചു. In honor of this great musician, ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി the government of India declared a one-day national mourning on his death. അദ്ദേഹത്തിന്റെ മരണത്തിൽ ആ ഒരു ദിവസം മോർണിംഗ്, അതായത് നമ്മുടെ വിഷമം അറിയിച്ചിട്ടുണ്ടായിരുന്നു. നാഷണൽ മോർണിംഗ്. He was buried along with his Shehnai in Varanasi under a neem tree. ഒരു നീം ട്രീയുടെ താഴെ അദ്ദേഹത്തിന്റെ ഈ ഇൻസ്ട്രുമെന്റോട് കൂടിയിട്ടാണ് വാരണാസിയിൽ ഇദ്ദേഹത്തിനെ അടക്കപ്പെട്ടിട്ടുള്ളത്. With a 21-gun salute from the Indian Army. ഇന്ത്യൻ ആർമിയുടെ സല്യൂട്ടോട് കൂടിയാണ് ഇദ്ദേഹത്തിന്റെ മരണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ബറി ചെയ്തിട്ടുണ്ടായിരുന്നത്, അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓവറോൾ ബിസ്മില്ലാ ഖാന്റെ ലൈഫ് ബിഗിനിങ് ടു എൻഡ് ഒരു ചെറിയ ലൈഫ് ഹിസ്റ്ററി പോലെ നമ്മൾ പഠിച്ചു, പ്രൊഫൈൽ പോലെ പഠിച്ചു. ഇതിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്തിടുക. എന്നിട്ട് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും, ഇതിൽ നിന്നും ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും യു ക്യാൻ റൈറ്റ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ.